അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ് സാലിഹീൻ 49-ാമത്തെ ഹദീസാണ്. വഅൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതീഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ സുന്ദരമായ ഒരു ഹദീസാണ്. ക്ഷമയെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി, ഒരു വിശ്വാസിയിൽ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പരീക്ഷണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സ്വാഭാവികമായി സഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വിഷമങ്ങൾ, അത് രോഗമാകാം, അത് സാമ്പത്തിക നഷ്ടമാകാം, അത് കുടുംബങ്ങളിലുള്ള പ്രയാസമാകാം. അങ്ങനെ ബലാ എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. വൽ മുഅ്മിനതി, അത് പറയുമ്പോൾ ആണുങ്ങൾക്ക് മാത്രമല്ല, ഈമാനുള്ള പെണ്ണുങ്ങൾക്കും വിശ്വാസിനികൾക്കും ബലാ വന്നുകൊണ്ടേയിരിക്കും. എവിടെയൊക്കെ? ഫീ നഫ്സിഹി, നഫ്സിൽ അഥവാ സ്വന്തം ശരീരത്തിൽ രോഗം വരാം. രോഗമെന്ന് പറയുമ്പോൾ ശാരീരിക രോഗങ്ങളാകാം, മാനസിക രോഗങ്ങളാകാം. രോഗം മാത്രമല്ല, വല്ല അപകടത്തിലും പെട്ട് ശരീരത്തിനും അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിനും എന്തെങ്കിലും കാര്യമായ ഒരു തളർച്ച, അതല്ലെങ്കിൽ ഒരു വീക്ക്നെസ് സംഭവിച്ചേക്കാം. വലദിഹി, തൻ്റെ ശരീരം മാത്രമല്ല, വലത് കുട്ടികൾക്ക്, സ്വന്തം കുട്ടികളിൽ, അതല്ലെങ്കിൽ കുട്ടികളെന്ന് മാത്രമല്ല, അതുകൊണ്ട് കുടുംബം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം കുടുംബത്തിൽ പ്രയാസങ്ങൾ വന്നേക്കാം. സ്വന്തം മക്കൾക്കോ മാതാപിതാക്കൾക്കോ അതല്ലെങ്കിൽ ഭാര്യ, അവർക്കൊക്കെ, അതല്ലെങ്കിൽ ഭർത്താവ്, അവർക്കൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ നമ്മുടെ സ്വന്തം വേദനയായി നാം അത് കാണാറുണ്ട്. മാത്രമല്ല, അവർക്ക് ഒരു ബാപ്പയാകുമ്പോൾ മക്കൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ആ വേദന മാത്രമല്ല, സാമ്പത്തികമായുള്ള ആ ഉത്തരവാദിത്വം കൂടി ബാപ്പാൻ്റെ കയ്യിലാണ്. അതാണ് വലത്. അതുപോലെ വമാലിഹി, സ്വന്തം മുതലിൽ പരീക്ഷണങ്ങൾ വരാം, ജോലിയിൽ പ്രയാസങ്ങൾ നേരിടാം, ബിസിനസ്സിൽ നഷ്ടം വരാം. ഒരു മനുഷ്യൻ ഇടപെടുന്ന വളരെ പ്രധാനപ്പെട്ട 3 സംഗതികളാണ്. ഒന്ന് തൻ്റെ സ്വന്തം ശരീരം, മറ്റൊന്ന് തൻ്റെ സ്വന്തം കുടുംബം, മറ്റൊന്ന് തൻ്റെ സ്വത്ത്. ഈ 3 മേഖലകളിലും മനുഷ്യന് പ്രയാസങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, എന്നല്ല വന്നുകൊണ്ടേയിരിക്കും. ഹത്താ യൽഖല്ലാഹ തആല, അല്ലാഹു തആല അവൻ കണ്ടുമുട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ അവൻ മരണപ്പെടുന്നത് വരെ മുസീബത്തായിരിക്കും. അവനക്കൊരു നല്ല, നമ്മളൊക്കെ പറയുന്ന ലക്കി ഡേയ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാം കാണുക തന്നെയില്ല. എല്ലാം പരീക്ഷണം. ചിലർക്ക് തൊട്ടതൊക്കെ പൊന്നാകുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം 5 വക്ത് നിസ്കരിക്കുന്ന ആളാണ്, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നവനാണ്, സദഖ നല്ലോണം കൊടുക്കുന്നവനാണ്. പക്ഷേ സ്വന്തത്തിനോ തൻ്റെ കുടുംബത്തിലോ തൻ്റെ മുതലിലോ വലിയ ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി നമ്മുടെ കണ്ണിൽ നാം ബറക്കത്തായി കാണുന്നതൊന്നും അവിടെ കാണുകയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ അവൻ ക്ഷമിക്കുന്നു. അള്ളാഹുവിൻ്റെ ഖദറിൽ അവൻ പൂർണ്ണമായും വിശ്വസിച്ച് ഇതൊക്കെ അള്ളാഹ് കണക്കാക്കിയതാണ് എന്നുള്ള നിലക്ക് അള്ളാഹു നൽകിയ രോഗത്തിൽ അവൻ തൃപ്തിപ്പെടുന്നു, അള്ളാഹു നൽകിയ നഷ്ടത്തിൽ അവൻ തൃപ്തിപ്പെടുന്നു എങ്കിൽ വമാ അലൈഹി ഖതീഅ, അവൻ മരണപ്പെടുമ്പോൾ അവൻ്റെ പേരിലായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു തെറ്റുപോലും ഉണ്ടാവുകയില്ല. ഇനി കാരണം എന്താ? അവൻ ആ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമിച്ചു, അള്ളാഹുവിൻ്റെ റിളയിൽ തൃപ്തിപ്പെട്ടു. ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്.
അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ക്ഷമിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.